നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എപ്പോൾ നമുക്ക് വേദന ഉണ്ടാക്കുന്നതാണ് വളരെ ചെറിയ കുട്ടികളുടെ, വിദ്യാർത്ഥികളുടെ ആത്മഹത്യ എന്ന് പറയുന്നത്. ഒന്ന് ആരോടെങ്കിലും തുറന്ന് സംസാരിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് പോലും നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്താണ് ഈ വളരെ ചെറിയ പ്രായത്തിലെ അവരെ അലട്ടുന്ന പ്രശ്നമെന്ന് നമ്മൾ പലപ്പോഴും പല കുട്ടികളുടെയും ആത്മഹത്യ കേൾക്കുമ്പോൾ ഞെട്ടലോടുകൂടി നമ്മൾ നോക്കാറുണ്ട്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ഒരു ആത്മഹത്യ നടക്കുകയാണ്. MBBS വിദ്യാർത്ഥി കെട്ടിടത്തിന്റെ മുകളിൽ നിന്നുമാണ് ചാടി മരിച്ചിരിക്കുന്നത്. അതും 21ാമത്തെ നിലയിൽ നിന്നുമാണ് ഈ വിദ്യാർത്ഥി ചാടി മരിച്ചിരിക്കുന്നത്. തീരെ കൊച്ചു കുട്ടിയല്ല, 29 വയസ്സ് പ്രായമുണ്ട് ഈ യുവാവിന്. MBBS വിദ്യാർത്ഥിയാണ്, പഠിക്കാൻ വളരെ മിടുക്കനാണ്. പക്ഷേ മാനസിക സമ്മർദ്ദമാണ് ഈ യുവാവിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് വ്യക്തമാവുന്നത്. ഗ്രേറ്റർ നോയിഡയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. മധുര സ്വദേശി ശിവയാണ് മരിച്ചത്. 29 വയസ്സായിരുന്നു പ്രായം. തിങ്കളാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം. അതായത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയായിരുന്നു സംഭവം. അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ഞെട്ടിക്കുകയായിരുന്നു. കാരണം എന്താണ് ആ കുട്ടിക്ക് ഉണ്ടായത്? നോയിഡയിലായതുകൊണ്ട് തന്നെ, ഗ്രേറ്റർ നോയിഡയിലാണ്, അവിടെ അങ്ങളിലായതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ, ആരുടെയെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നോ എന്നൊക്കെ തന്നെ ഉള്ള ചിന്തകൾ ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം. ഗ്രൗർ സിറ്റിയിലുള്ള സഹോദരിയുടെ വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പം എത്തിയതായിരുന്നു ശിവ. മാതാപിതാക്കൾ തൊട്ടടുത്ത മുറിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമയം ശിവ ബാൽക്കണിയിൽ എത്തുകയും 21ാം നിലയിൽ നിന്ന് എടുത്തു ചാടുകയുമായിരുന്നു. ഡൽഹിയിലെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ 2015-ൽ MBBS ബിരുദത്തിന് പ്രവേശനം നേടിയ ശിവയ്ക്ക് COVID-19 പിന്നാലെ മാനസിക അസ്വാസ്ഥ്യം നേരിട്ടതിനെ തുടർന്ന് കോഴ്സ് നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. ഇതിൽ ശിവ ഏറെ അസ്വസ്ഥനായിരുന്നുവെന്ന് മാതാപിതാക്കളെ ഉദ്ധരിച്ച പോലീസ് പറയുന്നു. സംഭവത്തിൽ വ്യക്തത വരുത്താനായി അന്വേഷണം പുരോഗമിക്കുകയാണ് എന്ന് നോയിഡ പോലീസ് അറിയിച്ചു. കുടുംബം പോലീസുമായി സഹകരിക്കുന്നുണ്ടെന്നും കൂടുതൽ റിപ്പോർട്ടുകൾ ലഭിച്ചാൽ പരിഗണിക്കുമെന്നും അഡീഷണൽ DCP ഗോയൽ പറയുന്നുണ്ട്. അതായത് വളരെ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിയാണ്. പെട്ടെന്നാണ് COVID-19 വരികയും സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് ലോകം പോവുകയും ഒക്കെ ചെയ്തത്. ഈ ഘട്ടത്തിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരികയും വിഷാദ രോഗത്തിലേക്ക് ആവുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചത്. എന്നാൽ നിരവധി ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും കൗൺസിൽ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ തിരിച്ച് പഴയ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് ആ കുട്ടിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അത് കഴിയാതെ വന്നതോടുകൂടിയാണ് കൂടുതൽ മാനസികമായി വിഭ്രാന്തി കാണിക്കുകയും മറ്റു കുടുംബാംഗങ്ങളുമായി ഒന്ന് അകന്നു നിൽക്കുകയും ഒക്കെ ചെയ്ത. എപ്പോഴും ഈ കുട്ടിക്ക് വേണ്ടിയിട്ട്, 29കാരന് വേണ്ടിയിട്ട് അവർ എപ്പോഴും മാതാപിതാക്കളൊക്കെ തന്നെ സന്തോഷിക്കാനും അതുപോലെ തന്നെ മൈൻഡ് നോക്കിയാകാനും വേണ്ടി പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും സിനിമ കാണാൻ കൊണ്ടുപോവുകയും പുറത്തേക്ക് യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ തന്റെ പഴയ ജീവിത രീതിയിലേക്ക് ആ കുട്ടി പെട്ടെന്ന് എത്തിയിരുന്നില്ല എന്നുള്ളതാണ് മാതാപിതാക്കൾ പറയുന്നത്. 21ാമത്തെ നിലയിൽ നിന്നുമാണ് ചാടി മരിച്ചിരിക്കുന്നത്. ഒരിക്കൽ പോലും ആത്മഹത്യ പ്രേരണയൊന്നും ഇതിനു മുൻപ് കാണിച്ചിരുന്നില്ല. ആത്മഹത്യ ചെയ്യാനുള്ള ഒരു തരത്തിലുമുള്ള സാധ്യതയില്ല എന്ന ഉറപ്പായിരുന്നു മാതാപിതാക്കൾക്ക്. എല്ലാം പെട്ടെന്ന് തന്നെ ശരിയാകുമെന്നുള്ളൊരു വിശ്വാസമായിരുന്നു. പക്ഷേ അപ്പോഴും എല്ലാ വിധിയും മാറ്റിമറിച്ചുകൊണ്ടാണ് 29കാരനായ യുവാവ് ഇത്തരത്തിലൊരു സംഭവം, അല്ലെങ്കിൽ ഇത്തരത്തിൽ തന്നെ ജീവിതം മടുത്ത യുവാവ് ചാടി മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും 21ാം നിലയിൽ നിന്നും ചാടുമ്പോൾ മൃതദേഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും വളരെ വേദനയോടുകൂടിയാണ് കുടുംബം കഴിയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. സംഭവത്തിൽ വ്യക്തത വരുത്തുന്നതിനായി അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് നോയിഡ പോലീസ് അറിയിച്ചു. കുടുംബം പോലീസുമായി സഹകരിക്കുന്നുണ്ട്. കൂടുതൽ റിപ്പോർട്ടുകൾ ലഭിച്ചാൽ പരിഗണിക്കുമെന്ന് അഡീഷണൽ DCP ഗോയൽ പറയുകയാണ്.